ഈശോ രാജാ പൂർവമാസീത് ഗ്ലഹേനഃ കുന്തീസുതോ ധർമ്മരാജോ മഹാത്മാ ഈശസ്ത്വയം കസ്യ പരാജിതാത്മാ തജ്ജാനീധ്വം കുരവഃ സർവ ഏവ. എന്തൊരു സ്റ്റേറ്റ്മെന്റാ നോക്കൂ, പ്രസ്താവന. ഈശോ രാജാ പൂർവമാസീത് ഗ്ലഹേനഃ കുന്തീസുതോ ധർമ്മരാജോ മഹാത്മാ. അർജുനൻ പറയാണ്, ധർമ്മത്തിൻ്റെ രാജാവ്, ധർമ്മരാജാവ്, ധർമ്മം പരിപാലിക്കാനും സ്വയം അനുഷ്ഠിക്കാനും പ്രജകളെ കൊണ്ട് പരിപാലിപ്പിക്കാനും സദാ ഉദ്യുക്തനായിരിക്കുന്ന മഹാരാജാവ്, മഹാത്മാവായ യുധിഷ്ഠിരനുണ്ടല്ലോ. ഗ്ലഹേനഃ പൂർവമാസീത്, ചൂത് കളിക്കുന്നതിന് മുൻപ് അദ്ദേഹം ഞങ്ങളുടെ ഈശനായിരുന്നു, രാജാവുമായിരുന്നു. ചൂത് കളിക്കുന്നതിന് മുൻപ്. കുന്തീസുതോ ധർമ്മരാജോ മഹാത്മാ, കുന്തിപുത്രനും ധർമ്മരാജാവും മഹാത്മാവുമായിരിക്കുന്ന യുധിഷ്ഠിരൻ ഞങ്ങളുടെ ജ്യേഷ്ഠനുണ്ടല്ലോ. ചൂത് കളിക്കുന്നതിന് മുൻപ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈശനാണ്. ചൂത് കളിച്ച് കഴിഞ്ഞപ്പോഴോ, നിങ്ങളല്ലേ ചൂത് കളിപ്പിച്ചത്? ശകുനിയല്ലേ ഒന്നൊന്നായിട്ട് പന്തയം വയ്ക്കൂ എന്ന് പറഞ്ഞത്? ആ പന്തയം വെച്ചിട്ട് എത്തിച്ചേർന്ന ദുരവസ്ഥയാണല്ലോ ഇത്. ആ ദുരവസ്ഥയ്ക്ക് ഇപ്പോഴും നിങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റണില്ല. ഞങ്ങളെയൊക്കെ മാറ്റി നിർത്തൂ. ദ്രൗപദിക്ക് സ്വന്തമായൊരു വ്യക്തിത്വമുണ്ടല്ലോ. ആ വ്യക്തിത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ദ്രൗപദി ഈ ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ഒരു മറുപടി പറയാൻ, ഏകകണ്ഠത്തോടു കൂടി പറയാൻ ഇവിടെ ഒരാളുമില്ല. പലരും പല അഭിപ്രായം. നമുക്ക് ഉറ്റുനോക്കാവുന്നത് നമ്മുടെ മുത്തശ്ശൻ ഭീഷ്മപിതാമഹനെയാണ്. അദ്ദേഹം പറയുന്നു, ചോദ്യം ശരി, മറുപടി ഇല്ല എന്ന്. അപ്പം ദ്രൗപദിയുടെ പക്ഷത്തിലാണിപ്പോൾ എല്ലാം നിൽക്കുന്നത്. നിങ്ങൾ എന്തു തന്നെ പറഞ്ഞാലും ഞങ്ങൾക്കതിന് മറുപടി പറയാനുള്ളത്, ഈശസ്ത്വയം കസ്യ പരാജിതാത്മാ തജ്ജാനീധ്വം കുരവഃ സർവ ഏവ. ഈ ചൂതുകളിക്ക് ശേഷമുണ്ടല്ലോ പരാജിതാത്മാ, നിങ്ങളുടെ അഭിപ്രായത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അപ്പം പരാജയപ്പെട്ടിട്ടുള്ള ആ യുധിഷ്ഠിരൻ ഇപ്പം എന്നോട് പറയണത് എന്താ? നിങ്ങളുടെ സ്വാമിയാണോ അല്ലയോ എന്ന് പറയണമെന്ന്. ഞങ്ങളുടെ സ്വാമി ആയിരുന്നു ചൂതുകളിക്ക് മുമ്പ്. ചൂതുകളിക്ക് ശേഷം ഇപ്പോഴത്തെ സ്ഥിതി എന്താ? നിങ്ങൾ പറയണു ഞങ്ങളെല്ലാവരും നിങ്ങളുടെ അടിമയാണെന്ന്. അപ്പം ചൂതുകളിക്ക് ശേഷം പരാജിതാത്മാവായിരിക്കുന്ന അദ്ദേഹം, പരാജയപ്പെട്ട അദ്ദേഹം, കസ്യ ഈശ, ആരുടെ ഈശനാണ്, സ്വാമിയാണെന്നുള്ളത് കൗരവന്മാര് നിങ്ങളാണ് പറയേണ്ടത്, ഞങ്ങളല്ലാന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആ സദസ്സിൽ നടക്കുന്ന ചരിത്രമാണിത്. ഓരോരുത്തരുടെ അഭിപ്രായം പറയുകയാണ്. നിർണായകമായിട്ടുള്ളൊരു വാക്കാണ്. അദ്ദേഹം ഞങ്ങളുടെ സ്വാമിയല്ല എന്ന് നിങ്ങൾ പറയണമെന്ന് പറയുന്നതിന് അർജുനൻ പറയുകയാണ്. വലിയ ഒരു പ്രസക്തി. നോക്കൂ ആ വാക്കുകൾക്കുള്ള ഗൗരവം. ചൂതുകളിക്ക് മുമ്പ് അദ്ദേഹം സ്വാമിയായിരുന്നു. ചൂതുകളിക്ക് എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം അദ്ദേഹം ആരുടെ സ്വാമിയാണ്, സ്വാമിയാണോ, ഇത് രണ്ടും പറയേണ്ടത് ഞങ്ങളല്ല, നിങ്ങളാണ്. നിങ്ങളുടെ ഭാഷയിൽ, നിങ്ങളുടെ തർക്കഗതിയിൽ, നിങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഈശോ രാജാ പൂർവമാസീത് ഗ്ലഹേനഃ കുന്തീസുതോ ധർമ്മരാജോ മഹാത്മാ ഈശസ്ത്വയം കസ്യ പരാജിതാത്മാ തജ്ജാനീധ്വം കുരവഃ സർവ ഏവ. ഈ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ആ ധർമ്മതത്വത്തെ വളരെ യുക്തിമത്തായി അവതരിപ്പിച്ചുകൊണ്ട് ആ ചോദ്യത്തെ തന്നെ അട്ടിമറിക്കുക അർജുനൻ ചെയ്തത്. ഈ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല എന്നാ പറയണത്. ഈ വാക്ക് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥം എന്താ അതിനർത്ഥം? ഇതാണ് ഞാൻ പറയുന്നത്. നമുക്കൊരു വലിയ ആപ്തവാക്യമുണ്ട്. എന്താ? കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്ന് 4 യുഗമാണല്ലോ. ആ 4 യുഗത്തിൽ കൃതേതു കൃതകൃത്യത്വാത് ത്രേതായാം നൃപശാസനൈഃ ദ്വാപരേ തർക്കചാതുര്യൈഃ സംഘേ ശക്തി കലൗയുഗേ. കൃതയുഗത്തിൽ ഒരു ശാസനയുടെ ആവശ്യമില്ല, ഒരു കോൺസ്റ്റിറ്റ്യൂഷനും വേണ്ട, ഒന്നും വേണ്ട. എല്ലാവരും സ്വമേധയാ, സ്വന്തം മനസ്സാലെ അവരവർക്ക് വേണ്ട പ്രവൃത്തികളോ കൊടുത്ത പ്രവൃത്തികളോ ഭംഗിയായി ചിട്ടയായി നല്ലപോലെ ചെയ്തു തീർക്കും. അങ്ങനെ ചെയ്യുന്നതിലാണ് അവർക്ക് സന്തോഷവും കൃതാർത്ഥതയും സാഫല്യവും. അത് വിട്ട് അവർക്ക് ഒന്നും വേണ്ട. സന്തോഷവും സാഫല്യവും കൃതാർത്ഥതയും ഒക്കെ ഉണ്ട് ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ, ഒന്നും വേണ്ട വേറെ. ആ കൃതയുഗം കഴിഞ്ഞപ്പോൾ ത്രേതായുഗമായി. ത്രേതായുഗം വന്നപ്പോൾ
ആരെങ്കിലും ഒരു രാജാവ് വന്ന് ശാസിച്ച് നടത്തിയാലേ മനുഷ്യർക്ക് അനുസരണത്തോടു കൂടി പെരുമാറാൻ പറ്റുള്ളൂ. അനവധി ജനങ്ങളുള്ളപ്പോൾ അവരെല്ലാവരും വേണ്ടതുപോലെ പെരുമാറണം. എല്ലാവരുടെ സ്വാതന്ത്ര്യവും അംഗീകരിക്കണം. അവരവർക്ക് പറ്റിയ ജീവിത രീതി കണ്ടെത്തി അതനുസരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സമ്പാദിക്കാം, കൂടുതലോ കുറവായി ചെലവ് ചെയ്യാം, വീടുണ്ടാക്കാം. അതിനൊക്കെ സൗകര്യവും സ്വാതന്ത്ര്യവും കൊടുക്കണം. അപ്പം സ്വാതന്ത്ര്യം, ബാക്കിയുള്ളവരുടെ പെരുമാറ്റം, കുതിര കയറാൻ ആരും വരരുത്. അപ്പം അവരെ പിടിച്ചു നിർത്താനായിട്ട് ഒരു രാജശാസന ആവശ്യമായി. എപ്പോൾ? ത്രേതായുഗത്തിൽ. ദ്വാപരയുഗത്തിലോ ആ ശാസന കൊണ്ട് കാര്യം നടക്കില്ല എന്ന് വന്നു. തർക്കചാതുര്യൈഹി, തർക്കമാണ് അവിടെ മിടുക്ക്. ദ്വാപരയുഗത്തിലാണ്. അതിൻ്റെ ദൃഷ്ടാന്തമാണ് ഈ സഭാപർവം. സർവ്വ ആൾക്കാരും പരാജയപ്പെട്ടിരിക്കെ, പരാജിതയാണെന്ന് എതിർപക്ഷം സമ്മതിക്കുമ്പോഴും അവരുടെ കൊമ്പ് മുഴുവൻ കുത്തിച്ചുകൊണ്ട് ഏകാഗ്നിയായ ഒരു സ്ത്രീ തുറന്നിരുന്ന് ഒരു ഭാഗത്ത് അങ്ങേയറ്റത്തെ അപമാനം, മനോവേദന, ഇതൊക്കെ സഹിച്ചുകൊണ്ട് അവരുടെ പിടിവാശിയോട് ഒരു ഒറ്റ പിടുത്തമാണ്. എന്നെ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ മറുപടി പറയും. പണയപ്പെട്ട ഒരുത്തൻ പിന്നെ ഒരാളെ എങ്ങനെ പണയപ്പെടുത്തുന്ന ചോദ്യം. 4 അനുജന്മാരെ താൻ പണയപ്പെടുത്തുന്നതിന് മുൻപാണ് വെച്ചത്. എന്നെ വെച്ചതോ സ്വയം പണയപ്പെട്ടതിന് ശേഷം. സാധാരണ ഭാര്യാഭർത്താക്കന്മാർ ബന്ധത്തിൽ ഭാര്യ ഒരിക്കലും ഭർത്താവിനെ തള്ളി ഞാൻ സ്വതന്ത്ര എന്ന് പറയില്ല. ഇവിടെ ദ്രൗപദി ഇതം പ്രഥമമായി ഞാൻ ഭർതൃഹസ്തങ്ങളിലല്ല, ഭർത്താവിൻ്റെ ഉടമസ്ഥതയിലല്ല എന്ന് ഉറപ്പിച്ചു നിന്നൊരു വാദം ഉന്നയിച്ചത് എന്തിനാ? വേറെ ഒരു ഗതിയുമില്ല അവിടെ ഭർത്താക്കന്മാരെ മോചിപ്പിക്കാൻ. ഒരു സ്ത്രീയും പറയില്ല ഞാൻ ഭാര്യയല്ല, നിങ്ങൾക്ക് വശപ്പെട്ടവളല്ല എന്ന്. ദ്രൗപദി ആദ്യമായിട്ടൊരു ഭാരത വനിത എന്നുള്ള നിലയ്ക്ക് പറയാണ്, എൻ്റെ ഭർത്താവിന് വശപ്പെട്ടവളായിരുന്നില്ല ഞാൻ, അദ്ദേഹം പണയം വെച്ച് കഴിഞ്ഞപ്പോൾ, സ്വയം തോറ്റപ്പോൾ. എന്തിനു വേണ്ടിയിട്ടാ? ഭർത്താവിനെ മോചിപ്പിക്കാൻ. ആ ഭർത്താവിനെ മോചിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ പ്രധാനം. അത് ആ സ്ത്രീകൾ, എന്നും പുരുഷന്മാരെ രക്ഷിക്കുന്നത് സ്ത്രീകളാണ്. ആ ഒരു വിശേഷം അവിടെ നിർവഹിച്ചു. അപ്പോൾ ദ്വാപരേ തർക്കചാതുര്യൈഹി, കലിയുഗത്തിലോ സംഘേ ശക്തി കലയുഗേ. ഇപ്പോൾ ഒക്കെ ജനാധിപത്യമാണ്. ആ ജനാധിപത്യത്തിൽ 10 ആളെ കൂട്ടിച്ചേർത്ത് ഏത് ഇലക്ഷനിൽ എവിടെ നിന്ന് ആൾക്കാർ കൂടുതൽ വോട്ട് ചെയ്തു ആ ആൾ പ്രമാണിയായി. ആ ആൾ ആരോ ആവട്ടെ, കള്ളനോ ചതിയനോ മുരടനോ ആരോ ആവട്ടെ, ആൾക്കാർ വോട്ട് ചെയ്യാനുണ്ടോ സംഘത്തിലാണ് ശക്തി എന്ന്. ഇത്രയും ആയി. ദ്രൗപദിയുടെ ചോദ്യം കൂടുതൽ ഉജ്ജ്വലമായി. മറുപടി പറയാനുള്ളവരെ കൂടുതൽ ക്ഷീണിതരായി, ദുർബലപ്പെട്ടു പോയി. ഒരു രക്ഷയുമില്ല. ഇത് വാദപ്രതിവാദേ നടക്കുന്നുള്ളൂ. ദ്രൗപദി തനിക്ക് അധീനയായിട്ടുമില്ല, ദ്രൗപദി സമ്മതിക്കണമില്ല. അങ്ങനെ സമ്മതിക്കാതെ വന്ന് ഒരു അനിശ്ചിതത്വം നമ്മുടെ പാർലമെൻറ്റിലൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നിട്ട് അവർ പിരിഞ്ഞു പോകാറുള്ളത്. ഇവിടെയോ കുറച്ച് ദിവസം കഴിഞ്ഞ് ആദ്യം നോക്കും, ഞങ്ങൾ പാർലമെൻറ്റ് നടത്താൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ഒരു കൂട്ടർ പാർലമെൻറ്റ് തുടങ്ങിയാൽ ബഹളായി. പാർലമെൻറ്റ് നടത്താൻ സമ്മതിക്കില്ല, അവർക്ക് വലിയ അവകാശമാണല്ലോ പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ. അങ്ങനെ പിന്നെയും വിളിച്ച് അങ്ങനെയൊക്കെ ഒരു നടക്കുക. ഇവിടെ ഇപ്പം അതല്ല സ്ഥിതി. ഒരു തീരുമാനം ഉണ്ടാവണില്ല. ഇവിടെ കഷ്ടപ്പെടുന്നത് ദ്രൗപദിയാണ്. സർവ്വ ആൾക്കാരും നോക്കി നിൽക്കുക. ആർക്കും അവിടുന്ന് എണീറ്റ് പോകാൻ പറ്റില്ല. അങ്ങനെ ദൃശ്യം എന്ന് പറയുന്നത് ആകെ പരാജയപ്പെട്ട് ദുരവസ്ഥയിൽ കഴിയാൻ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ? ദൃശ്യം, ഈ ലോകം ദൃശ്യമാണല്ലോ. ഈ കാണപ്പെടുന്ന ലോകം മുഴുവനും അവിടെ തീരുമാനം തോറ്റ് തുന്നം പാടിയിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഇനിയിപ്പോൾ എന്താ വഴി? ഈ ദൃശ്യം എവിടുന്ന് വന്നോ, ദൃക്മണ്ഡലത്തിൽ നിന്ന്, ദൃഷ്ടൃമണ്ഡലത്തിൽ നിന്ന്, ആ മണ്ഡലത്തിന് വേണം ഇനി പ്രതികരിക്കാൻ, റെസ്പോണ്ട് ചെയ്യാൻ. ഉടനെ എന്തുണ്ടായി? ആ കുരുസദസ്സിൽ നിന്ന് അദൃശ്യമായിരിക്കുന്ന സ്പന്ദനങ്ങൾ മേൽപോട്ട് ആകാശത്തിലേക്ക് ഉയർന്നു. ആ ആകാശത്തിലേക്ക് ഉയർന്ന് അതിൻ്റെ പ്രതികരണവും പ്രതിധ്വനിയുമായും എല്ലാ സ്ഥലത്തും. മനുഷ്യരുണ്ടാക്കി തീർത്തിട്ടുള്ള പ്രശ്നം മനുഷ്യരാൽ പരിഹരിക്കാൻ പറ്റുന്നില്ല. മനുഷ്യരുണ്ടാക്കി അവർക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഫലമായി കഷ്ടപ്പെടുന്നതോ ഒരു ധീര വനിത, വ്രതനിഷ്ഠയോട് കൂടിയിട്ടുള്ള ഒരു വനിത, ഒരു മഹാരാജ്ഞി. രാജ്ഞിയുടെ ദാസ്യവുമാണ് ഇവിടെ പിടിവലിയിൽ നിൽക്കുന്നത്. ഇതിന് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് എന്താ ഉണ്ടായത്? ആ രാജധാനിയിൽ
അഗ്നിഹോത്രാദികൾ വെച്ച് സൂക്ഷിക്കുന്ന സ്ഥലമുണ്ട്, വളരെ പവിത്രമാണ്. ആ പവിത്രമായിട്ടുള്ള സ്ഥലത്തിൻ്റെ മുകളിൽ കഴുകൻ വന്ന് പറക്കാൻ തുടങ്ങിയത്രേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കഴുകൻ മനുഷ്യരെ കൊണ്ട് തീരുമാനിക്കാൻ വയ്യ. അപ്പോൾ ദുശ്ശഗുണങ്ങളാണ്. കഴുകൻ വന്ന് പറക്കണം. കഴുകൻ പറന്നു. കുറുക്കൻ വന്ന് ഓരിയിട്ടു. കഴുത കരഞ്ഞു തുടങ്ങി. പക്ഷികൾ കൂട്ടം കൂട്ടമായി അപസ്വരങ്ങൾ മുഴക്കി. മനുഷ്യരാശിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു പ്രതിസന്ധിയാണ്. അപ്പം മനുഷ്യേതര രാശികളെയാണ് ഇറക്കി വിട്ടത് ഉപരിശക്തി. ഈ കഴുകൻ പറക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ദുശ്ശഗുണമാണിത്. നമ്മുടെ ശബരിമലയ്ക്ക് ആ തിരുവാഭരണം കൊണ്ടുവരുന്ന സമയത്ത് ആ സന്നിധാനത്തിന് എത്തുമ്പോൾ സാധാരണ ഗരുഡന്മാർ പറക്കും. എല്ലാവരും പറയും ആ ഗരുഡൻ വന്നു എന്ന്. ആ കൃഷ്ണപ്പരുന്ത് പറക്കുന്നത് വളരെ വിശേഷമാണ്. നമ്മുടെ പാർലിക്കാട് നൈമിഷാരണ്യത്തിൽ 11 കൊല്ലമായല്ലോ ഞങ്ങൾ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം നടത്തുന്നു. അതിൻ്റെ അവസാനത്തെ ദിവസം അശ്വമേധ മഹായാഗത്തെ കവച്ചു വയ്ക്കുന്ന ഒരു വിഷ്ണു സഹസ്രനാമ സാർവജനിക മഹായജ്ഞം നടത്താറുണ്ട്. ഒരു 10,000-4,000 പേരാണെന്ന് അവിടെ സന്നിഹിതരാവുക. ഒരു 1,500 പേർ അർച്ചന ചെയ്യും. നവധാന്യങ്ങൾ കൊണ്ട് നെയ്യ് കൊണ്ടുള്ള ഹോമമുണ്ട്. ആ സമയത്ത് അവിടെ ഗരുഡന്മാർ വന്ന് പറക്കാറുണ്ടത്രേ. ഞങ്ങൾ യജ്ഞം നടത്തിക്കാൻ പന്തലിൻ്റെ ഉള്ളിലാണല്ലോ. ഇത് പുറമേ ഉള്ളവർ കണ്ട് പലരും പറയാറുണ്ട് ഇങ്ങനെ നടക്കാറുണ്ടെന്ന്. അപ്പോൾ ഈ ഗരുഡൻ വന്ന് പറക്കുന്നത് വലിയ ഒരു ശകുന, നല്ല ശകുന. ഇവിടെ കഴുകൻ പറക്കണതോ നേരെ വിപരീതവും. കുറുക്കന്മാർ ഓരിയിട്ടു, പക്ഷികൾ അപശബ്ദം പുറപ്പെടുവിച്ചു, കഴുത കരഞ്ഞു. ഇങ്ങനെ എല്ലാം ആയപ്പോൾ എല്ലാവരും കൂടി അത് റിപ്പോർട്ട് ചെയ്തു. ഗാന്ധാരത്തു നിന്ന് വന്നവരും ദാസിമാരും അവരിവരെ എല്ലാവരും കൂടി ഇതൊക്കെയാണ് ഉണ്ടായിരിക്കണേ കഴുകൻ ഓരി കുറുക്കൻ എന്നൊക്കെ എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർക്ക് കാര്യം മനസ്സിലായി. ഇത് നല്ല കളിയല്ലപ്പാ, കളി കാര്യമാകാം. ഇപ്പം കളിച്ച് കാര്യമായി കഴിഞ്ഞു. നമ്മുടെ വംശം മുഴുവനും മുടിഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് ധൃതരാഷ്ട്രനാണ് പിന്നെ ഇടപെട്ടത്. ആ ധൃതരാഷ്ട്രൻ ദുര്യോധനോട് പറയാണ്, ഹതോസി ദുര്യോധന മന്ദബുദ്ധേ യസ്ത്വം സഭായാം കുരുഭുങ്കവാനാം സ്ത്രിയം സമാഭാഷസി ദുർവിനീത വിശേഷതോ ദ്രൗപദീം ധർമ്മപത്നീം. ഹതോസി ദുര്യോധന മന്ദബുദ്ധേ. അല്ലേ, മന്ദബുദ്ധിയായിരിക്കുന്ന ദുര്യോധന. അച്ഛനത് പറയാൻ അവകാശമുണ്ടല്ലോ. അച്ഛനാണ് ഈ പറയണത്. ഹതോസി ദുര്യോധന മന്ദബുദ്ധേ, രാജാവുമാണ്. ഹേ മന്ദബുദ്ധിയായിരിക്കുന്ന ദുര്യോധന, യസ്ത്വം സഭായാം കുരുഭുങ്കവാനാം സ്ത്രിയം സമാഭാഷസി ദുർവിനീത. നിനക്ക് ഒരു കാലത്ത് ഞാൻ വണക്കം വിനയം കണ്ടിട്ടില്ല. ആ വിനയരാഹിത്യത്തിൻ്റെ മൂർധന്യമാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഒരിക്കലും ഒരു സദസ്സിൽ എങ്ങനെ സംസാരിക്കണം പെരുമാറണം എന്ന് നിനക്കറിയില്ല. യസ്ത്വം സഭായാം കുരുഭുങ്കവാനാം. ഈ സദസ്സ് കുരുഭുങ്കവന്മാരുടെയാണ്, കുരുശ്രേഷ്ഠന്മാരുടെയാണ്. നിന്റെ പൂർവികരെ കുറിച്ചെങ്കിലും നീ ആലോചിക്കണം. ഇങ്ങനെ ഒരു രംഗം ഇതേവരെ ഇവിടെ അരങ്ങേറിയിട്ടില്ല. നിന്നെ ചൊല്ലിയാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടായത്. കളിച്ചു തോറ്റു, ആ നേരം പോക്ക് അങ്ങനെ വിടാനേ ഉള്ളൂ. ആ കളിയെ കാര്യമാക്കി പ്രതിഗാമിയെ പറഞ്ഞയച്ചു. അവൻ മറുപടി പറഞ്ഞപ്പോൾ അവൾ ഇവിടെ വന്ന് പറയട്ടെ എന്നായി. ദുശാസനെ പറഞ്ഞയച്ച് പിടിച്ചു വലിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞു. തലമുടി കടന്ന് പിടിച്ചു, വസ്ത്രം കടന്ന് പിടിച്ചു. എന്താണിത്? അങ്ങനെയുള്ള പ്രവൃത്തി ഒന്നും ചെയ്യാൻ പാടില്ല. പാണ്ഡവന്മാരുടെ സ്ത്രീയോട് ഇങ്ങനെ സമാഭാഷസി ദുർവിനീത, ഇങ്ങനെയുള്ള ഒരു പെരുമാറ്റവും സംസാരവും നീ എന്തൊക്കെയാണ് കാണിച്ചത്? തുറന്ന് കാണിച്ച് അവിടെ വന്നിരിക്കാൻ വരെ പറഞ്ഞു, കണ്ണുകൊണ്ട് കാണിച്ചു. ഇതൊക്കെയാണോ ചെയ്യുക? വിശേഷതോ ദ്രൗപദീം ധർമ്മപത്നീം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ദ്രൗപദീം ധർമ്മപത്നീം. ധർമ്മപത്നിയാണ് പാണ്ഡവന്മാരുടെ. നിങ്ങൾ ദാസി 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 എന്ന് പറഞ്ഞുവല്ലോ. ഏത് വായ കൊണ്ടാ പറഞ്ഞത്? ഏത് മനസ്സുകൊണ്ടാ ചിന്തിച്ചത്? ഏത് കണ്ണുകൊണ്ടാ കണ്ടത്? ഒരിക്കലും പറയാൻ പാടില്ല. വിശേഷതോ ദ്രൗപദീം ധർമ്മപത്നീം. ഹതോസി ദുര്യോധന മന്ദബുദ്ധേ യസ്ത്വം സഭായാം കുരുപുങ്കവാനാം സ്ത്രിയം സമാഭാഷസി ദുർവിനീത വിശേഷതോ ദ്രൗപദീം ധർമ്മപത്നീം. ആ ദ്രൗപദിയോട് പറഞ്ഞത് മുഴുവനും പാപവാക്കുകളാണ്, പാപസംഭാഷണം. ഈ സംഭാഷണം ദ്രൗപദിയെ ലാക്കാക്കി നീ പറഞ്ഞാലും പറഞ്ഞത് നീയാ. അതുകൊണ്ട് ഇതിൻ്റെ പാപഫലം മുഴുവനും നിനക്കാണ്.
അവരതിനൊരു പാത്രമായി എന്ന് മാത്രമേ ഉള്ളൂ. ദ്രൗപദി അല്ല പറഞ്ഞത് മുഴുവൻ നീയാ. നമ്മുടെ നാവ് കൊണ്ട് രാമരാമാന്ന് ജപിച്ചാൽ അതിന് പുണ്യഫലമാണ്. അതേ വാക്കുകൊണ്ട് കൂമ എന്ന് ശകാരിച്ചാലോ അതിൻ്റെ ഫലം നമുക്കാ. അപ്പം ഇത് വളരെ ശ്രദ്ധിക്കണം. ഇതൊരിക്കലും ശരിയായില്ല. സാധാരണ എല്ലാവരും പറയും, എന്തു പറയും? ഇത്രയും വലിയൊരു പിടിവലി നടന്ന സമയത്തും ഭീഷ്മൻ എന്താ മിണ്ടാതിരുന്നത് എന്ന്. എനിക്ക് തോന്നുന്നു ഇനി എൻ്റെ പ്രേക്ഷകരാരും അങ്ങനെ പറയില്ല എന്ന്. ഭീഷ്മൻ 2 തവണ ദ്രൗപദിയോട് മറുപടി പറഞ്ഞു. നീ പറയണത് ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു, മറുപടി പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. ധർമ്മം അതിസൂക്ഷ്മമാണ്, അറിവുള്ളവർക്ക് പോലും അതിൻ്റെ ഗതി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. നിന്റെ ഭർത്താവ് അറിഞ്ഞുകൊണ്ട് അംഗീകരിച്ച് സമ്മതിച്ചു കൊടുത്തതിനാൽ ഇതിൻ്റെ മറുപടി എനിക്ക് പറയാൻ പറ്റില്ല, യുധിഷ്ഠിരൻ പറയട്ടെ. യുധിഷ്ഠിരൻ പറഞ്ഞില്ലല്ലോ. നമുക്കൊരു ചോദ്യം എപ്പോഴും ചോദിക്കാം, ധൃതരാഷ്ട്രന് കണ്ണല്ലേ കാണാതെയിരുന്നുള്ളൂ? അവിടെ ഗാന്ധാരിയും കണ്ണ് കെട്ടിയിരിക്കുന്നുണ്ട്, കൂടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഇത്രയും നേരം അവിടെ നടന്ന സംഭവം ധൃതരാഷ്ട്രൻ അറിഞ്ഞില്ല എന്നാണോ പറയുന്നത്? ഇപ്പം മാത്രം പെട്ടെന്ന് എന്താ ഭൂതോദയം ധർമ്മപത്നിയും ദ്രൗപദിയും എന്ന് പറയത്തക്ക വിധത്തിൽ? അപ്പം ആ കുരുടൻ രാജാവ് മനസ്സിന് എന്തിനാ കുരുടത്വം വന്നത്? അദ്ദേഹം എന്താ ഇത്ര നേരവും ഇടപെടാത്തതെന്ന് ധൃതരാഷ്ട്രൻ്റെ നേരെയാ നിങ്ങളൊക്കെ വിരൽ ചൂണ്ടേണ്ടത്. ഭീഷ്മൻ അസലായിട്ട് പങ്കെടുത്തു, പറയാനുള്ളത് പറഞ്ഞു, വിതുരൻ പറഞ്ഞു, വികർണൻ പറഞ്ഞു. അതിനെയൊക്കെ കവച്ചു വെച്ചുകൊണ്ടാണ് ദുര്യോധനും ദുശാസനും പെരുമാറിയത്. കർണൻ കത്തുന്ന തീയിൽ എണ്ണ ഒഴിക്കാനും. ഇത്രയും സംഗതികൾ അവിടെ നടന്നു. അപ്പോൾ ഭീഷ്മന്റെ നേരെ ഒരൊറ്റ ആൾ വിരൽ ചൂണ്ടരുതെന്ന് ഭൂമാനന്ദ സ്വാമിജി നിർബന്ധിച്ച് പറയുന്നു. പലരും ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, എന്താ ഭീഷ്മനെ പോലെയുള്ള ഒരു പിതാമഹൻ, ധർമ്മജ്ഞൻ, പ്രാജ്ഞൻ, എല്ലാവിധത്തിലും ശക്തിയുള്ളവൻ, അജയ്യൻ, യുദ്ധത്തിൽ പോലും, അങ്ങനെ ഒരാൾ എന്താ ഇടപെടാതെ മിണ്ടാതെ ഇരുന്നേന്ന് കാര്യങ്ങൾ അറിയാതെ പറയുന്നതാണത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചോദിക്കരുത്. ഭീഷ്മന്റെ നേരെ വിരൽ ചൂണ്ടരുത്. ഭീഷ്മൻ പറയാനുള്ളത് 2 തവണ പറഞ്ഞു. നിന്റെ ചോദ്യം ശരിയാണ്, പക്ഷേ എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. ധർമ്മം അതിസൂക്ഷ്മമാണ്. നിന്റെ തന്നെ ഭർത്താവ് അറിഞ്ഞു കൊടുത്തതാണ് ഈ ദാസ്യം. അതുകൊണ്ട് യുധിഷ്ഠിരനാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത്, എനിക്ക് അവകാശമില്ല എന്ന് 1ഉം 2ഉം തവണ പറഞ്ഞു. ബലവാന്മാർ കാണിക്കുന്നതാണ് ധർമ്മം. അവർ അധർമ്മം ചെയ്താലും ബലത്തിൻ്റെ പേരിൽ അത് ധർമ്മമായി തീരണു. അത് ധർമ്മിഷ്ഠർക്കോ ബലമില്ലെങ്കിൽ വിലയില്ല എന്നുള്ള നിലയാണ്. ഭീഷ്മൻ അസലായിട്ട് സംസാരിച്ചു, 1-2 തവണ കാര്യങ്ങൾ വ്യക്തമാക്കി. ദുര്യോധനൻ്റെ പക്ഷത്തിൽ നിന്ന് പറയാനുള്ളതൊക്കെ പറഞ്ഞു. ദുശാസനും അവർക്ക് കത്തുന്ന തീയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ എണ്ണ ഒഴിക്കാൻ കർണനും ഉണ്ടായിരുന്നു. ഇവരൊക്കെ പറയാനുള്ളത് പറഞ്ഞു, ചെയ്യാനുള്ളത് ചെയ്തു. അവിടെ മിണ്ടാതെ ഊമനെ പോലെ ഇരുന്നത് ആരാ? ഈ ധൃതരാഷ്ട്ര മഹാരാജാവ്. അദ്ദേഹത്തിന് മാത്രമേ അത് നിർത്താനോ തിരുത്താനോ ഉള്ള ശക്തിയും സ്ഥാനവും ഉണ്ടായിരുന്നുള്ളൂ. ആ ധൃതരാഷ്ട്ര മഹാരാജാവ് തന്നെയാണ് ഇപ്പോഴും. ദുര്യോധനും ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ കീഴിലാണ്. ആ ധൃതരാഷ്ട്രൻ മിണ്ടാതിരുന്നതിനെ പറ്റി നിങ്ങൾക്ക് പരാമർശിക്കുകയോ ചോദ്യം ചെയ്യുകയോ ആവാം. പക്ഷേ ഭീഷ്മനെ പറ്റി ഒരൊറ്റ വാക്ക് മിണ്ടിപ്പോവരുത്, വിരൽ ചൂണ്ടരുത്. ഇത് ഭൂമാനന്ദ സ്വാമിജിയുടെ നിർബന്ധമാണ്. മഹാഭാരതത്തിൻ്റെ പേരിൽ, വ്യാസദേവൻ്റെ പേരിൽ, നമ്മുടെ സംസ്കാരത്തിൻ്റെ പേരിൽ. എവിടെ മിണ്ടണം, എവിടെ മിണ്ടരുത്, ഇതൊക്കെ നമുക്ക് നല്ല പോലെ അറിയാം. ഭീഷ്മൻ പറയാനുള്ളത് വളരെ വ്യക്തമാക്കി. അദ്ദേഹത്തിന് ഇടപെടാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷത്തിലാണ് കാര്യക്രമങ്ങൾ ഇങ്ങനെ നീങ്ങിപ്പോകുന്നത്. കുരുസഭയാകെ വെറുങ്ങലിച്ചു. അവിടെ നടക്കേണ്ടതൊക്കെ നടന്നു. സാഹോദര്യത്തോടുള്ള വെല്ലുവിളി, അത്യുഗ്രൻ കൊടും ക്രൂരമായ വെല്ലുവിളി, സ്ത്രീത്വത്തോടുള്ള വെല്ലുവിളി, രാജധർമ്മത്തോടുള്ള വെല്ലുവിളി, പൊതുനീതിയോടുള്ള വെല്ലുവിളി, ഇങ്ങനെ എല്ലാമായി ആ സഭ വെറുങ്ങലിച്ചു. ആ സഭയെ കൊണ്ട് ഒരു തീരുമാനവും എടുക്കാൻ പറ്റില്ല എന്നുള്ള നിലയായല്ലോ. അപ്പോഴാണ് ഉപരിശക്തികൾ ഏറ്റെടുത്തതും ദുശകുനങ്ങൾ കണ്ടതും. അത് കണ്ട് പേടിച്ച് കുരുടൻ അന്ധനായിരിക്കുന്ന മഹാരാജാവ് കാര്യങ്ങൾ കേട്ട് ഇപ്പോഴെങ്കിലും ഞാൻ തീരുമാനിക്കാം എന്ന് ആ മനുഷ്യൻ്റെ ഉള്ളിൽ തോന്നിയത് രാജാവിൻ്റെ ഉള്ളിൽ. കാര്യങ്ങൾ എവിടത്തോളം ചെന്നു എന്ന് നിങ്ങൾ ആലോചിക്കും. ഇപ്പോഴും അവിടെ മനുഷ്യകൃതമായിരിക്കുന്ന തകരാറുകൾക്ക് മനുഷ്യകൃതമായ ഒരു പരിഹാരമില്ല. അപ്പോഴും നമ്മളോട് മറുപടി പറയണം പ്രപഞ്ചകർത്താവ്, സൃഷ്ടികർത്താവ്. നമ്മളൊക്കെ മനുഷ്യരാണ്, സമ്മതിച്ചു. നമ്മളെ മനുഷ്യരാക്കിയതാരാ? എന്തിനാ മനുഷ്യ ശരീരത്തോടു കൂടി ഒരു ജന്മം ഭൂമുഖത്തുണ്ടായത്? ഇവിടെ അനവധി ജീവജാലങ്ങളുണ്ട്.
അവയെല്ലാം അവയുടെ പാട്ടിൽ കഴിഞ്ഞുകൂടും. ആ ജീവജാലങ്ങളുടെ ഇടയിലുള്ള വ്യവസ്ഥ, ക്രമം, നിഷ്ഠ എന്തെല്ലാം ഉണ്ടോ സ്വഭാവവിശേഷം, അതൊക്കെ അതിൻ്റെ പാട്ടിൽ നടക്കണം. ഈ വൈവിധ്യം രചിച്ചത് ആരും നമ്മളല്ല. മനുഷ്യൻ്റെ സ്വഭാവവിശേഷവും രചിച്ചത് നമ്മളല്ല. നമ്മൾ ഓരോ വ്യക്തിയെയോ ഒരു സമൂഹത്തെയോ ഒരു രാഷ്ട്രത്തെയോ നോക്കി കുറ്റം പറയാറുണ്ട്. അതവരുടെ സ്വഭാവമാണ്, ദൂഷ്യമാണ്, തകരാറാണ് എന്നൊക്കെ. ഈ ദൂഷ്യമൊക്കെ എങ്ങനെയാ നമ്മുടെ ഉള്ളിൽ നുഴഞ്ഞു കയറിയത്? ഒന്നിലോ നമ്മുടെ ഉള്ളിൽ പ്രകൃതി വളർത്തിയെടുത്ത കരുപിടിപ്പിച്ച മനസ്സിൽ തന്നെ ഉണ്ടാകുന്നതാകാം ഇത്. അല്ലെങ്കിൽ പ്രകൃതി നമ്മുടെ ചുറ്റുപാടും തന്നിട്ടുള്ള ദൃശ്യങ്ങളെ നോക്കിയിട്ടാകാം നാം ഈ പ്രേരണകളും വാസനാബലവും ഒക്കെ വലിച്ചെടുത്തത്. എങ്ങനെ നോക്കിയാലും ഇതിന് അന്തിമ ഉത്തരവാദി ഈ ജഗത്തിനെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്നതായ ആ വിശേഷപ്പെട്ട പ്രഭാവമാണ്. ആ പ്രഭാവത്തിന് മറുപടി പറഞ്ഞേ തീരൂ. ശ്രീമദ് ഭാഗവതം ആദ്യമേ ഉദ്ഘോഷിക്കുന്നു, അർത്ഥേഷ്വഭിജ്ഞസ്വരാട് ജന്മാദ്യസ്യ യഥോന്വയാത്. എവിടുന്നാണോ ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തിയായിരിക്കുന്നത്, അത് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അതിനെ സന്ധാരണം ചെയ്യാൻ അതാത് കാലങ്ങളിൽ അതാത് ചുറ്റുപാടുകളിൽ അതാത് പ്രതിസന്ധികളിൽ അതാത് ആക്രമണങ്ങളിൽ എന്തെല്ലാം പുതുതായ കൗശലങ്ങളോ ഉപായങ്ങളോ വേണമോ അത് മുഴുവനും മിനഞ്ഞെടുക്കാൻ ശക്തമാണ്. അതിനുള്ള അറിവ് അതിലുണ്ട്. ഈ പ്രപഞ്ചമുണ്ടായതിൽ മീതെ ഒരു അറിവ് നമുക്ക് ആവശ്യമില്ല. കോടാനുകോടി ഗോളങ്ങൾ, എല്ലാറ്റിനുമുണ്ട് അതിൻ്റേതായ ഭ്രമണപഥം. അതെല്ലാം പരസ്പരം ഇടച്ചിലില്ലാതെ ഇങ്ങനെ നിലനിന്ന് സമഞ്ജസമായി പോകുന്നുണ്ടല്ലോ. അപ്പം അതിൻ്റെ പിന്നിൽ ഒരു ബുദ്ധിയുണ്ട്. വാസ്തവത്തിൽ ഈശ്വരനെ സുപ്രീം ഇൻ്റലിജൻസ് എന്നാണ് വിശേഷിപ്പിക്കേണ്ടത്. ബുദ്ധിയുടെ ആ പരമകാഷ്ഠയാണ്, പരമബുദ്ധി എന്നാണ് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്, വിവരിക്കേണ്ടത്. ആ പരമപ്രഭാവത്തിന് തോന്നിയിട്ടാണല്ലോ ദുഷ്യഗുണങ്ങളൊക്കെ വന്നതും. അവസാനം ധൃതരാഷ്ട്രൻ ഇതേവരെ മിണ്ടാതെയിരുന്ന അന്ധരാജാവ് പെട്ടെന്ന് ദ്രൗപദിയെ വിളിക്കാൻ പറഞ്ഞു. ആദ്യമായിട്ട് മഹാരാജാവ് ചെയ്തത് അഭിനന്ദനമാണ്. നീയാണ് എൻ്റെ പുത്രവധുക്കളിൽ വെച്ച് ഏറ്റവും വിശേഷപ്പെട്ടവൾ, മികച്ചവൾ. നിനക്ക് താഴെയുള്ളൂ ബാക്കി എല്ലാവരും. എനിക്ക് എല്ലാം കൂടി 105 പുത്രവധുക്കളാണ്. ആ 105 പേരിൽ വെച്ച് മുമ്പത്തി നീയാണ്. ബാക്കിയേ ഉള്ളൂ പിന്നെയുള്ളവരെല്ലാവരും. അപ്പോൾ ഏറ്റവും വിശേഷപ്പെട്ടവളാണ് മോളെ, എൻ്റെ അടുത്ത് വരൂ, ഞാൻ വളരെ സന്തോഷിക്കുന്നു. എന്തായി സന്തോഷിക്കുന്നത്? എൻ്റെ മകനായാലും നിന്നെ ദുശാസനൻ ഇത്രയധികം ആക്രമിച്ചിട്ടും ആ ആക്രമണത്തിൽ പതറാതെ നിന്ന് നീ ചെറുത്തില്ലേ, അതിന് വിധേയായില്ലല്ലോ. അപ്പം നിന്നേക്കാൾ വലിയ ഒരു ശ്രേഷ്ഠയില്ല. വേറെ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ തകർന്ന് തരിപ്പണമായേനെ, ഹൃദയസ്തംഭനം വന്നേനെ. അതൊന്നും വരാതെ ഇത്ര നേരം പലർക്കും പറയാനുള്ളത് പറഞ്ഞു, പറയിപ്പിച്ചു, കേട്ടു. എന്നിട്ടും നിന്റെ ചോദ്യത്തിൽ നീ ഊന്നി നിൽക്കണു. ആ ചോദ്യത്തിന് സദസ്സ് മുഴുവൻ മറുപടി പറയാൻ പറ്റാതെ ഉപരിശക്തികളാണ് എന്നെ ഇതാ പരിഭ്രമിപ്പിച്ച് ഇടപെടൂ എന്നിങ്ങനെ ഒരു ആഹ്വാനം മൂകരൂപത്തിലായാലും എനിക്ക് തന്നത്. ആ ആഹ്വാനത്തിൻ്റെ മുകളിലാണ് ഞാൻ നിന്നെ വിളിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാറ്റിനും പിവട്ട് ആ അച്യുതണ്ടായിരിക്കുന്ന നീയുണ്ടല്ലോ, ഏറ്റവും വിശേഷപ്പെട്ടവളാണ്. നിന്റെ ഹൃദയം ഉപായപ്പെട്ടതല്ല, അതിമഹത് ഹൃദയമാണ് നിനക്കുള്ളത്. ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു. എന്തായാലും നടന്നത് നടന്നു, ചെയ്തത് ചെയ്തു. എൻ്റെ പുത്രന്മാർ ചെയ്ത അതിക്രമം ഒരിക്കലും വിസ്മരിക്കാൻ പറ്റില്ല. കഴിഞ്ഞുപോയ കാര്യത്തിന് ഒരു നീതിന്യായ പീഠത്തിൽ ചെന്നാലും എന്താ അവർ അനുവദിക്കുക? ശിക്ഷയായിട്ട് ജയിൽവാസം അനുവദിക്കും. പലപ്പോഴും പല കുറ്റത്തിനും തൂക്കിക്കൊല്ലൽ വരെ വിധിക്കാൻ വിരോധമില്ല. പക്ഷേ അതൊരു ശിക്ഷയായുള്ളൂ കുറ്റവാളികൾക്ക്. നീ കുറ്റവാളിയല്ല, നീ സമ്മാനമർഹിക്കുന്നവളാണ്. ഇത്രയധികം അപമാനം, പല വിധത്തിലുള്ള ആക്രമണമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ആ മനസ്സ് തണുക്കാൻ ചെയ്യാവുന്നത് എന്താ? വരം തരല. നീ എന്തു വരം വേണമെങ്കിൽ ചോദിക്ക്, ഞാൻ നിനക്ക് വരം തരാം എന്ന് പറയണു ധൃതരാഷ്ട്ര മഹാരാജാവ്. വരം വൃണീഷ്വ പാഞ്ചാലി മത്തോ യത് അഭിവാഞ്ചസി വധൂനാം ഹി വിശിഷ്ടാമേ ത്വം ധർമ്മപരമാസതീ. കേൾക്കണുണ്ടോ നിങ്ങൾ? ഇല്ല എന്നാണ് എനിക്ക് തോന്നണേ. എന്താ ഞാൻ കേൾക്കണുണ്ടോ എന്ന് ചോദിക്കണത്? ധൃതരാഷ്ട്രയുടെ മുഖത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്താ? വധൂനാം ഹി വിശിഷ്ടാമേ. എനിക്ക് കിട്ടിയിട്ടുള്ള പുത്രവധുക്കളിൽ വെച്ച് ഏറ്റവും വിശിഷ്ടയാണ് നീ. ത്വം ധർമ്മപരമാസതീ. ധർമ്മത്തിൽ അങ്ങേയറ്റം ഉറച്ചു നിൽക്കുന്നവളാണ്.
ധർമ്മശാസനയെ ലംഘിച്ച് ഒന്നും തന്നെ ചെയ്യില്ല. ഏറ്റവും ധർമ്മവ്യഗ്രയാണ് നിന്റെ മനസ്സ്, വ്യഗ്രമാണ് നിന്റെ മനസ്സ്, സതിയുമാണ്. മക്കൾ പറഞ്ഞതെന്താ? കർണൻ പറഞ്ഞതെന്താ? നീ സതിയല്ല, ദാസിയാണ്. 5 ഭർത്താക്കന്മാരായതുകൊണ്ട് സതീപട്ടം നിനക്കില്ല എന്ന് പറയുന്നു. ഇനി ധാർതരാഷ്ട്രന്മാരിൽ ഒരാളെ സ്വീകരിച്ച് ഇതുമാതിരി ഒരു ചൂത് കളിപ്പിച്ച് നിന്നെ പണയം വയ്ക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരുറപ്പ്, നല്ലൊരു കേന്ദ്രം സ്വീകരിച്ചോളൂ. ധാർതരാഷ്ട്രന്മാരിൽ ആരെങ്കിലും ഒരാളെ എടുത്തോളൂ എന്ന് പറഞ്ഞു. എല്ലാവരും നിന്റെ സ്വാമിമാരായി എന്നും പറഞ്ഞു. ഇത്രയൊക്കെ പറഞ്ഞ് നിന്ദിച്ചിരിക്കുന്നു, പുച്ഛിച്ചിരിക്കുന്നു, കുറ്റമാരോപിച്ചിരിക്കുന്നു നിറഞ്ഞ സദസ്സിൽ വെച്ച്. ഇതാണ് മക്കൾക്ക് പറയാനുള്ളത്. എന്നാൽ ധൃതരാഷ്ട്രന് പറയാനുള്ളത് വേറെയാണ്. ത്വം ധർമ്മപരമാ സതി, ധർമ്മപരമയാണ് നീ, ഏറ്റവും വിശേഷപ്പെട്ട സതിയുമാണെന്ന്. ആരാ ഇത് എഴുതുന്നത്? വ്യാസദേവൻ. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. വ്യാസദേവന്റെ കയ്യിൽ 8 തലമുറയുടെ അനുഭവമാണ് കയ്യിലുള്ളത്. പ്രദീപനും ശന്തനും മുൻപിലുള്ളവർ. അവിടുന്ന് അങ്ങോട്ട് വ്യാസനിൽ നിന്ന് എണ്ണിക്കഴിഞ്ഞാൽ 6 തലമുറയാണ് അദ്ദേഹം അടക്കം. ഈ 8 തലമുറയുടെ അനുഭവം വെച്ചുകൊണ്ടാണ് പറയുന്നത്. വ്യാസന്റെ പൗത്രന്മാരാണ് ഇങ്ങനെ കടും കൈ പ്രവർത്തിച്ചത്. വ്യാസന്റെ പുത്രനാണ് അതിന് അവസാനം ഒരു സാന്ത്വനവും സമാധാനവും പരിഹാരവുമായി വന്നിട്ടുള്ളത്. ഒരേ ആളെക്കുറിച്ച് ഘടകവിരുദ്ധമായിട്ടുള്ള 2 അഭിപ്രായമാണ്. ഒന്ന് അഭിനന്ദിക്കുന്നു അച്ഛൻ, മക്കളോ അങ്ങേയറ്റം അതിക്രമിച്ച് നിന്ദിക്കുന്നു. ഇത് രണ്ടും കൂടി കോർത്തിണക്കി നിൽക്കുന്നതായ കുടുംബാംഗങ്ങളാണ് ഇവർ. അപ്പം വ്യാസന്റെ കുടുംബത്തിലാണ് ഇത് മുഴുവൻ നടക്കുന്നത്. നിങ്ങൾ വിചാരിക്കരുത് നാം ജനിച്ച കുടുംബമെല്ലാം പവിത്രമാകണം, പുണ്യമാകണം, എല്ലാവരും ഒരുപോലെ ഇരിക്കണം, കൃഷ്ണമണി പോലെ ആവണം ഒരാൾ ഇനിയൊരാൾക്ക് എന്നൊക്കെ വിചാരിക്കാം, അഭിലഷിക്കാം, ഉണ്ടാവും ചെയ്യും മിക്കവാറും. പക്ഷേ എങ്ങാനും തെറ്റി തെറിച്ച് ഇങ്ങനെ ആയിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യണം? ജീവിതം ഉപേക്ഷിക്കാൻ പറ്റുമോ? സഹോദരനെ നീ സഹോദരനല്ല എന്ന് വായ കൊണ്ട് പറഞ്ഞാലും ആ വസ്തുത മാറി നിൽക്കുമോ? നീ എൻ്റെ സഹോദരനല്ല, ഞാൻ കണക്കാക്കണില്ല, പോ എന്ന് പറഞ്ഞാലും മാറുമോ? രാവണൻ എന്തുണ്ടായി? ഒരു കുംഭകർണൻ, ഒരു വിഭീഷണൻ. വിഭീഷണനോട് ചോദിച്ചു നോക്കൂ, അദ്ദേഹം രാവണനും കുംഭകർണനും ഇവർ 2 പോലെയുള്ള സഹോദരന്മാരോട് കൂടി ജനിക്കാൻ ഇഷ്ടപ്പെട്ട് കാണുമോ? കാണില്ല. എന്തു ചെയ്തു? അവിടം വിട്ടുപോകേണ്ടി വന്നു. ശ്രീരാമൻ്റെ പക്ഷത്തിൽ ചേർന്നു. ലോകത്തിൽ ആരെങ്കിലും ചെയ്യോ ഇങ്ങനെ ഒരു കാര്യം? എന്താ കാരണം? രാവണൻ 1 മിനിറ്റ് നിൽക്കരുത്, നിന്നെ എനിക്ക് കാണരുത്, പോ എന്ന് പറഞ്ഞു. അപ്പം രാവണൻ പോ എന്ന് പറഞ്ഞാൽ പിന്നെ എവിടെയാ പോവുക? എല്ലാം അറിഞ്ഞ് സ്വീകരിക്കാൻ പറ്റിയ ഒരു മഹദ് ഹൃദയം, ഒരു വത്സല ഹൃദയമുണ്ട് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്. ഒരു കൂസലും കൂടാതെ അവിടെ ചെന്നു. എന്നെ പാലിക്കേണ്ടവരെ പാലിക്കാതെ തള്ളി, കടക്കടാ പടിക്ക് പുറത്ത് എന്ന് പറഞ്ഞു. പിന്നെ എവിടെയാ പോവുക? ഞെട്ടിയറ്റാൽ കടക്കിൽ. നമ്മളെ കുടുംബക്കാരുപേക്ഷിച്ചു, സ്വജനങ്ങൾ ഉപേക്ഷിച്ചു, നാട്ടുകാരും വിട്ടു, സർവ്വ ആൾക്കാരും വിട്ടു കഴിഞ്ഞാൽ പിന്നെ എവിടെയാ പോവുക? സൃഷ്ടികർത്താവിനെ ശരണം പ്രാപിക്കലേ പറ്റുള്ളൂ. പിങ്കളെ അതാണ് ചെയ്തത്, പ്രഹ്ലാദൻ അതാണ് ചെയ്തത്, ഗജേന്ദ്രൻ അതാണ് ചെയ്തത്, ധ്രുവൻ അതാണ് ചെയ്തത്. ധ്രുവൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു കൊടുക്ക്, എൻ്റെ പൊന്നു മോനെ, നീ ജനിച്ച രാജധാനിയിൽ നിനക്ക് നീതി കിട്ടില്ല, പിതൃവാത്സല്യം എന്നൊന്നും നിനക്ക് തൊട്ടു കുടിക്കാൻ ഇവിടെ കിട്ടില്ല. നിനക്ക് വേണമെങ്കിൽ എല്ലാവർക്കും പിതാവായിരിക്കുന്ന മഹാവിഷ്ണുവിനെ സമീപിക്കൂ, ആശ്രയിക്കൂ ഭക്തിയോടുകൂടി. ഒരു കൂസലും കൂടാതെ മധുവനത്തിലേക്ക് പുറത്ത് തട്ടി കണ്ണീരും കയ്യുമായി പറഞ്ഞയച്ചു. ആര്? ശീലം കൊണ്ട് സുശീലയാണ്. അപ്പം സുശീലയായിരിക്കുന്ന സുനീതി പറഞ്ഞയച്ചു. നിങ്ങൾ ആരെങ്കിലും ചെയ്യോ മക്കളെ ഇങ്ങനെ? നമ്മളെ ഒളിഞ്ഞു നിന്ന് ഗ്രന്ഥകർത്താക്കന്മാർ പഠിപ്പിക്കുകയാണ്. നിങ്ങളൊക്കെ മനുഷ്യരാകാം, അച്ഛനാകാം, അമ്മയാകാം, സഹോദരന്മാരാകാം, ഭാര്യയും ഭർത്താവുമാകാം, ഒക്കെ ആയിക്കോളൂ. പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള മനസ്സിനെ വേണ്ടതുപോലെ മനസ്സിലാക്കിക്കോളൂ. ഭഗവാൻ പൊള്ളയല്ല, പ്രപഞ്ചം പൊള്ളയല്ല. ഈ സൃഷ്ടി എന്ന് പറയുന്നത് മഹത്തായിരിക്കുന്ന ഒരു പരിലസനമാണ്, ഒരു വിലാസമാണ്. അതിലെല്ലാ ദിക്കിലും എവിടെ നമ്മൾ തൊട്ട് ഉള്ളിലേക്ക് ചെന്നാലും അവിടെ കാണാം മിന്നിത്തിളങ്ങുന്ന സത്യം, സംരക്ഷിക്കുന്ന പ്രഭാവം, കാത്ത് രക്ഷിക്കുന്നതായ വിശേഷപ്പെട്ട ഒരു ശക്തി എല്ലാ ദിക്കിലും കാണാം. അവസാനം ഇതൊക്കെ കഴിഞ്ഞ് ധൃതരാഷ്ട്രൻ പറയുകയാണ്, വരം വൃണീഷ്വപാഞ്ചാലി മത്തോ യദഭിവാഞ്ചസി. നിന്റെ മനസ്സ് വ്രണപ്പെട്ടിരിക്കുന്നു, സമ്മതിച്ചു. അതിന് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്തു വേണമെങ്കിൽ നീ ചോദിച്ചോ, വരം. വരം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? വരിക്കുക എന്നാണ്.
എന്ത് വേണമെങ്കിൽ ചോദിക്കാം, മേടിക്കാം. പ്രപഞ്ചത്തിലുള്ളത് മുഴുവനും ഉണ്ട്. എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ. അഭിവാഞ്ചസി, നിന്റെ മനസ്സിന് സമാധാനം ഉണ്ടാവാൻ, ശാന്തി ഉണ്ടാവാൻ, എൻ്റെ മക്കൾ ചെയ്തിട്ടുള്ള തെറ്റിന് മുഴുവൻ ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയണു, വരം ചോദിച്ചോളൂ. വധൂനാം ഹി വിശിഷ്ടാമേ ത്വം ധർമ്മപരമാസതി. ഇത്ര നേരം സഹിച്ച കൊടും ദുഃഖം, കഠിന ദുഃഖം, ദാരുണമായിരിക്കുന്ന ദൃശ്യങ്ങൾ, യാതന, അതിനെല്ലാറ്റിനും ഒരു പരിഹാരം കിട്ടിയത് ധൃതരാഷ്ട്രൻ്റെ മുഖത്തിൽ നിന്ന് അഭിനന്ദനവും വരവും നൽകിയപ്പോഴാണ്. ഇത്ര വലിയ ഒരു അഭിനന്ദനം ദ്രൗപദിക്ക് ഇതേവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് കിട്ടാൻ വേണ്ടി അനുഭവിച്ച യാതനയോ നിങ്ങൾ ആരും വിചാരിക്കരുത്. ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് വലിയ ഉയരത്തിൽ നിന്ന് നമ്മൾ താഴത്ത് വീണു, നിലത്ത് തട്ടാറായി 6 ഇഞ്ച് മുൻപിൽ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഈശ്വരീയമായിരിക്കുന്ന ഒരു സപ്പോർട്ട്, ഒരു താങ്ങ് കിട്ടുന്നത്. അവിടുന്ന് ആ സമയത്താണ് വീഴാതെ ഇരിക്കില്ല. വീണിട്ട് ഭൂരിപക്ഷം ഭൂരിദൂരവും നമ്മൾ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നിലത്തടിക്കുന്നതിന് മുൻപാകും ഭഗവാന്റെ സഹായം, ആ അചിന്ത്യമായിരിക്കുന്ന ഒരു സപ്പോർട്ട്, ഒരു താങ്ങും തണലും വരുന്നത്. ഇത്ര നേരം അനുഭവിച്ചിട്ടാണ് ഇപ്പോൾ ദ്രൗപദിക്ക് കിട്ടിയിരിക്കുന്നത്. ദ്രൗപദി പറഞ്ഞു, ദദാസി ചേദ്വരം മഹ്യം വൃണോമി ഭരതർഷഭ സർവധർമാനുഗ ശ്രീമാൻ അദാസോ അസ്തു യുധിഷ്ഠിരഃ. ദദാസി ചേദ്വരം മഹ്യം വൃണോമി ഭരതർഷഭ. അല്ലേ ഭരതർഷഭ, ഭരതന്മാരിൽ വെച്ച് ഋഷഭനായുള്ളോവേ. ദദാസി ചേദ്വരം മഹ്യം വൃണോമി ഭരതർഷഭ സർവധർമാനുഗ ശ്രീമാൻ അദാസോസ്തു യുധിഷ്ഠിരഃ. എന്തിനു വേണ്ടിയിട്ടാ ദ്രൗപദി ഈ കഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും യാതനകളും അപമാനങ്ങളും തെറിവാക്കുകളും മുള്ളുവാക്കുകളും കുത്തുവാക്കുകളും ഇതൊക്കെ സഹിച്ച് തൻ്റെ ഭാഗം വിടാതെ പിടിച്ചത് എന്തിനാ? ചോദിക്കുന്നു എന്തിനാന്നുള്ളത് മനസ്സിലാക്കാൻ. ദദാസി ചേദ്വരം മഹ്യം വൃണോമി ഭരതർഷഭ സർവധർമാനുഗ ശ്രീമാൻ അദാസോസ്തു യുധിഷ്ഠിരഃ. എൻ്റെ ഭർത്താവ് എന്നൊരു വാക്ക് ഉപയോഗിച്ചില്ല, എൻ്റെ സ്വാമി എന്നൊരു വാക്ക് ഉപയോഗിച്ചില്ല. ഇപ്പം യുധിഷ്ഠിരൻ അന്യനാണ്, താൻ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുകയാണ്. യുധിഷ്ഠിരൻ ചെയ്ത ആ പന്തയം ശരിയല്ല എന്നാണല്ലോ ദ്രൗപദിയുടെ വാദം. സ്വന്തം പന്തയത്താൽ കളിച്ചിട്ട് എല്ലാവരും പണയപ്പെട്ടു കഴിഞ്ഞു. അപ്പം ഇനി യുധിഷ്ഠിരൻ ഒരു യുധിഷ്ഠിരനാ, എൻ്റെ പതിയാണെന്നും കൂടി പറയരുത്. പതിയാണെങ്കിൽ ഞാൻ പത്നിയായേനെ, ദാസിയായേനെ. അപ്പം എൻ്റെ പതിത്വം നഷ്ടപ്പെട്ടു പോയി, എൻ്റെ പത്നിത്വം അതോടുകൂടി ഇല്ലാതെയായി, ഔട്ട്ലിവ് ചെയ്തു. ഞാനിപ്പോൾ ദാസി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അവർ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ സ്വതന്ത്രയാണ്. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ? ദദാസി ചേദ്വരം മഹ്യം വൃണോമി ഭരതർഷഭ. അങ്ങ് വരാൻ തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ശരിയാണ്, നല്ലതാണ്. ഞാൻ കൂപ്പുകയോടുകൂടി അത് അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു. സർവധർമാനുഗ ശ്രീമാൻ യുധിഷ്ഠിരഃ. കേൾക്കുന്നുണ്ടോ കൂട്ടരെ? നിങ്ങൾ ഭാര്യമാരുണ്ടല്ലോ, ധർമ്മപത്നിമാർ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഇങ്ങനെയുള്ള ശബ്ദം കൊണ്ടും വാക്കുകൊണ്ടും ഒക്കെ വിശേഷിപ്പിക്കാൻ നിങ്ങൾക്ക് അറിയോ? അറിയില്ലെങ്കിൽ പഠിച്ചോളൂ. പല കലഹങ്ങളും വീട്ടിലുണ്ടാവാം, പല ഉപദ്രവങ്ങളും ഉണ്ടാവാം. പക്ഷേ കല്ലാണെങ്കിലും കണവൻ എന്ന് പറയും, പുല്ലാണെങ്കിലും പുരുഷൻ എന്നാ പറയുക. ആരായാലും കൊള്ളാം, കല്യാണം കഴിച്ചാൽ അത് ഭർത്താവാണ്. ആ ഭർത്താവിനോട് നിങ്ങൾക്കുള്ള ആദരവും മനസ്ഥിതിയും നിങ്ങളെയാണ് ധന്യമാക്കുക. ഒരു പക്ഷേ നിങ്ങളുടെ ഭർത്താവ് അല്പം കൊള്ളാത്തവനാവാം, പക്ഷേ കൊള്ളാത്തവൻ എന്ന് പറഞ്ഞു നടന്നാൽ ആർക്കാ അപവാദം, ആർക്കാ പോരായ? പറയുന്ന ആൾക്ക്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സർവധർമാനുഗ ശ്രീമാൻ, എല്ലാ പ്രകാരത്തിലും ധർമ്മത്തെ അനുസരിക്കുന്നവനാണ് ഈ യുധിഷ്ഠിരൻ. അതിൻ്റെ പ്രകടനമാണ് തുറന്ന സദസ്സിൽ എല്ലാവരും കണ്ടത്. അതിൻ്റെ പ്രകടനമാണ് കണ്ടത്. എന്ത്? ഈ കണ്ടതൊക്കെ ഉണ്ടായിട്ടും ഉത്തരീയം അഴിച്ചു കൊടുത്തതല്ലാതെ ഒരു വാക്ക് മിണ്ടുന്നില്ല ആ മഹാൻ. പലതും പറഞ്ഞു നോക്കി. അനുജന്മാരോട് പറഞ്ഞു, എന്ത്? ഞങ്ങളുടെ സ്വാമിയല്ല യുധിഷ്ഠിരൻ എന്ന് പറഞ്ഞാൽ ഞാൻ മോചിപ്പിക്കാം ദാസ്യത്തിൽ നിന്നാണ്. എന്നിട്ടും അവരാരും അവരുടെ ആ ധർമ്മപഥത്തിൽ നിന്ന് വിട്ടില്ല. ജ്യേഷ്ഠൻ കളിച്ചത് ശരിയാണ്, പന്തയം വെച്ചത് ശരിയാണ്, അതിൽ നഷ്ടപ്പെട്ടത് ശരിയാണ്. ഞങ്ങൾ ആ നഷ്ടവും ദാസ്യവും ഒക്കെ അംഗീകരിച്ച് ഇതാ ഇവിടെ നിൽക്കണു. നോക്കൂ, നിങ്ങളാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ? ശ്രീരാമൻ വനത്തിലേക്ക് പോയി, സീതയും കൂടെ പുറപ്പെട്ടു. ലക്ഷ്മണൻ കാവൽക്കാരനായി, നിത്യനിരന്തര സഖാവായി, ശുശ്രൂഷകനായി ലക്ഷ്മണനും കൂടെയുണ്ട്. രാമനിപ്പോൾ എന്താ കാര്യമായിട്ട് നഷ്ടം വന്നേ? ഇവിടെ
വല്ല അപമാനവും ഉണ്ടായോ? പിന്നീടാണ് സീത നഷ്ടപ്പെട്ടത്, കട്ടുകൊണ്ടുപോയത്. ആര്? രാവണൻ. മഹാഭാരതത്തിൻ്റെ ദൃശ്യം അതല്ല. വനവാസമൊക്കെ വരാൻ പോണേ ഉള്ളൂ. ആ വനവാസത്തെ അവർ ഭംഗിയായിട്ട് നടത്തും. ഇവിടെ ഇപ്പം നടന്നത് എന്താ? കുരു സദസ്സിൽ വെച്ച്, ആ സദസ്സിൽ വെച്ച് നടന്ന ആ പരമ്പരയായിട്ടുള്ള ആ ക്രമങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിൽ ആ ധർമ്മം എന്ന് പറയുന്ന ആ വ്യവസ്ഥയുണ്ടല്ലോ, ആ മൂല്യം, തത്വം, സിദ്ധാന്തം നമ്മൾ എല്ലാ സന്ദർഭത്തിലും പരിപാലിക്കാൻ നിർബന്ധിതരാണ് ധർമ്മത്തെ. ധർമ്മയേവ ഹതോ ഹന്തി ധർമ്മോ രക്ഷതി രക്ഷിത. ഇതിലേറെ ദൃഷ്ടാന്തം ഇതിനാവശ്യമില്ല. ധർമ്മത്തെ നാം ഹനിച്ചാൽ ധർമ്മം നമ്മളെ വെടിയും. നാം രക്ഷിച്ചാലോ, പിടിച്ചുകൊണ്ട് നിന്നാലോ, മുറുകി പിടിച്ചാലോ രക്ഷതി, രക്ഷിക്കുന്നു. ആരെ? യുധിഷ്ഠിരൻ, സഹോദരന്മാർ, ദ്രൗപദി, എല്ലാവരെയും രക്ഷിക്കുന്നു, മാനത്തോടും മര്യാദയോടും കൂടി. ഇത്ര നേരം ആ കുരുസദസ്സിൽ നടന്ന കോലാഹലം ആര് വരുത്തിയതാ? മക്കൾ വരുത്തിയതാ. ആ മക്കളെയൊക്കെ തട്ടിത്താഴ്ത്തിക്കൊണ്ട്, ഇടിച്ചു വീഴ്ത്തിക്കൊണ്ട് ഇതാ അച്ഛനാണ് സംസാരിക്കുന്നത്. എന്തു വരം വേണമെങ്കിൽ ചോദിക്കുന്നു. ഇതിലേറെ ഒരു ശുഭപര്യവസായി ആവാനുണ്ടോ ഏതെങ്കിലും സംഭവം? അപ്പം എല്ലാ സമയത്തും ധർമ്മത്തെ അനുസരിക്കുന്ന ശ്രീമാനായിരിക്കുന്ന യുധിഷ്ഠിരൻ, ശ്രീമാനായിരിക്കുന്ന യുധിഷ്ഠിരൻ അദാസോസ്തു, അദാസനായിത്തീരണം. അദ്ദേഹത്തിൻ്റെ ദാസ്യം അംഗീകരിക്കപ്പെട്ടതാണ്. ദ്രൗപദിയും അത് അംഗീകരിച്ചു. ദ്രൗപദി ഒരു കാര്യമേ അറിയാൻ ആവശ്യപ്പെട്ടുള്ളൂ, രാജാവ് ദാസ്യം വരിച്ചതിന് ശേഷമാണോ എന്നെ പന്തയം വെച്ചത് എന്നൊരൊറ്റ ചോദ്യമുള്ളൂ. അപ്പൊ ദാസ്യം അംഗീകരിക്കപ്പെട്ടതാ. ആ ദാസൻ ഇപ്പൊ ദാസനാണ്, അദ്ദേഹം അദാസനായി തീരട്ടെ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ദ്രൗപദി നിർത്തിയില്ല. മനസ്വിനമജാനന്തോ മൈവം ബ്രൂയുഹു കുമാരകാഃ ഏഷ വൈ ദാസപുത്രോ ഹി പ്രതിവിന്ധ്യം മമാത്മജം. എനിക്കൊരു പുത്രനുണ്ടായിട്ടുണ്ട്, ഈ ധർമ്മപുത്രനായ യുധിഷ്ഠിരൻ്റെ ഒരു പുത്രൻ. ആ പുത്രനുള്ള പേര് പ്രതിവിന്ധ്യൻ എന്നാണ്. ആ കുട്ടിയെ നോക്കി എല്ലാവരും പറയരുത് ദാസപുത്രൻ എന്ന്. ധാരാളം കുട്ടികളും ബാക്കിയുള്ളവരും ഉണ്ടാവുമല്ലോ, അറിവില്ലാത്തവരൊക്കെ. അവർ ഈ മാതിരിയുള്ള സംഭവങ്ങൾ നടന്നു കാണാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, കൊതിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, യുധിഷ്ഠിരൻ ദാസനായി, നോക്കടാ, പോണു ദാസപുത്രൻ പോണു എന്നിങ്ങനെ ചൂണ്ടിക്കാണിക്കും. അങ്ങനെ ഒരു പേരവന് കേൾക്കരുത്. എന്താ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്? ദ്രൗപദിയുടെ വായിൽ നിന്ന് വന്നതാ. യുധിഷ്ഠിരനെ സ്വതന്ത്രനാക്കണം, അദാസനാക്കണം. എന്താ അതിൻ്റെ ഉദ്ദേശം? എനിക്ക് യുധിഷ്ഠിരൻ മൂലം ജനിച്ചിട്ടുള്ള പ്രതിവിന്ധ്യൻ എന്ന പുത്രനെ ദാസപുത്രനാണ് എന്ന് ഒരാളും പറയരുത് എന്നാ പറയണേ. അപ്പൊ ദാസി പറഞ്ഞത്, എനിക്ക് വേണ്ടി ഒരു മോചനമല്ല ഇവിടെ, എൻ്റെ പുത്രന് ദുഷ്പേര് ഞങ്ങൾ മൂലം വരരുത് എന്ന് വിചാരിച്ച് ഞാൻ ചോദിക്കുന്ന വരമാണെന്ന്. അച്ഛനമ്മമാർ മരിച്ചു പോയാലും കുട്ടികൾക്ക് ലോകത്തിൽ ജീവിക്കേണ്ടി വരും. അവർക്ക് ചെറുപ്പകാലത്ത് അച്ഛനമ്മമാരെ ചൊല്ലി അഭിമാനം, സത്പേര്, പ്രകീർത്തനം ഇതൊക്കെയാണ് കിട്ടേണ്ടത്. നേരെ മറിച്ച് ചൂണ്ടിക്കാണിച്ച് ഇതാ പോണു ദാസപുത്രൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വരുത്തി തീർത്ത ഒരു അപമാനമാണ് കുട്ടികൾക്ക്. അതിന് ഒരു അർഹതയില്ല. പല കുട്ടികൾക്കും അത് താങ്ങാൻ പറ്റാതെ എന്തു ചെയ്യും എന്ന് പറയാൻ പറ്റില്ല. അപ്പം അതും കൂടിയും എൻ്റെ മനസ്സിലുണ്ട് ഞാനിത് പറയുമ്പോൾ. മനസ്വിനം അജാനന്തോ മൈവം ബ്രൂയുഹു കുമാരകാഃ. കുട്ടികളും അതുപോലെയുള്ളവരും ആരും എൻ്റെ മകനെ നോക്കി പറയരുതേ, ഏഷ വൈ ദാസപുത്രോ ഹി പ്രതിവിന്ധ്യം മമാത്മജം. ശരി, ആ വരം ഞാൻ തന്നു. യുധിഷ്ഠിരൻ സ്വതന്ത്രനായി. അവൻ ഇനി ഒരിക്കലും ദാസനല്ല. ധൃതരാഷ്ട്രൻ സമ്മതിച്ചു. ആ ചോദിച്ച ചോദ്യവും ആ ഉപയോഗിച്ച പദങ്ങളുമെല്ലാമായി ധൃതരാഷ്ട്രന് കൂടുതൽ സന്തോഷം തോന്നി. എന്താ പറഞ്ഞത്? സർവധർമാനുഗ ശ്രീമാൻ യുധിഷ്ഠിരഃ അദാസോസ്തു. ഇവിടെ ധൃതരാഷ്ട്രന്റെ മനസ്സിലുള്ളത് പുത്രപാശമാണ്. ആ പുത്രപാശം എത്രത്തോളം അച്ഛനമ്മമാരുടെ ഹൃദയത്തിൽ ഉണ്ടാവും എന്നുള്ളത് ധൃതരാഷ്ട്രന് പറഞ്ഞറിയിക്കേണ്ടതില്ല. അടി മുതൽക്ക് മുടി വരെ ദാസൻ തന്നെയാണ്. ചക്കമുളഞ്ഞ് ഭേദാഭിന്നി, അത്രയ്ക്കാണ് ധൃതരാഷ്ട്രന്റെ മനസ്സ്. അപ്പം ഈ ദ്രൗപദിയുടെ മനസ്സിലുള്ള പുത്രപാശം നല്ല പോലെ അറിയാൻ സാധിച്ചു. ഉടനെ പറഞ്ഞു, പരമസന്തോഷം. ഒരു വരം ചോദിച്ചതല്ല, ആ വരം നീ എന്തിനു ചോദിച്ചു, എങ്ങനെ ചോദിച്ചു, ആരെയാണ് മനസ്സിൽ ഉദ്ദേശിച്ചത്? എനിക്ക് വളരെ സന്തോഷം തോന്നി. യുധിഷ്ഠിരൻ സ്വതന്ത്രനായാലേ
മക്കളും കൂടി ബാക്കിയുള്ളവരും കൂടി സ്വതന്ത്രമായിരിക്കുന്നൊരു വംശം എന്ന് പറയുള്ളൂ, ആ പേര് കേൾക്കുള്ളൂ. വളരെ നന്നായി മോളെ, എനിക്കിഷ്ടമായി. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പോരാ, ഒരു വരവും കൂടി ചോദിച്ചോളൂ എന്ന്. അപ്പം രണ്ടാമത്തെ വരം ചോദിക്കുകയാണ്. ആര്? ദ്രൗപദി. സരഥൗ സധനുഷ്കൗ ച ഭീമസേന ധനഞ്ജയൗ യമൗ ച വരയേ രാജൻ അദാസാൻ സ്വവശാനഹം. 4 പേര് അപ്പുറത്ത് വേറെയുണ്ട്, യുധിഷ്ഠിരൻ്റെ അനുജന്മാർ. അവരും ദാസരായിട്ടുണ്ട്. ദാസരാക്കിയ ക്രമം എന്താ? 4 സഹോദരന്മാരെ ഒറ്റയ്ക്ക് ദാസരാക്കി. അതിന് ശേഷമാണ് യുധിഷ്ഠിരൻ അവരുടെ സ്വാമി എന്നുള്ള നിലയ്ക്ക് സ്വയം ദാസ്യം വരിച്ചത്. ഇവിടെ ആദ്യം ദ്രൗപദി ആവശ്യപ്പെട്ടത് യുധിഷ്ഠിരനെ ലിബറേറ്റ് ചെയ്യണം, മോചിപ്പിക്കണമെന്ന. അതിന് പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളവരെ മോചിപ്പിക്കേണ്ട എന്നല്ല. എന്തുകൊണ്ടാണ് യുധിഷ്ഠിരൻ്റെ പേര് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ദാസപുത്രനാണെന്നുള്ള പേരുണ്ടാവരുത് എന്ന്. പിന്നത്തതോ, അവരുടെ കയ്യിലുള്ള രഥത്തോടുകൂടി ധനുസ്സോടുകൂടി ഭീമസേന ധനഞ്ജയവും യമൗച. അപ്പം നകുലനുണ്ട്, സഹദേവനുണ്ട്, അർജുനുണ്ട്, ഭീമനുണ്ട്. ഇവരെല്ലാവരും കൂടി അവരവരുടെ യുദ്ധസാമഗ്രികളും കോപ്പുകളും എല്ലാത്തോടും കൂടി പൂർണ്ണമായിട്ട് അദാസാൻ സ്വവശാനഹം. അവരെല്ലാവരും അദാസന്മാരായി അവരവർക്ക് അധീനന്മാരായി നിൽക്കണം. വേറെ ഒരാളുടെ അധീനതയോ അധീശത്വമോ അവർക്കുണ്ടാവരുത്. നേരെ മറിച്ച് അവർ തന്നെത്താനെ സ്വതന്ത്രമായി കാണണം, വാഴണം, ഇനിയുള്ള കാലം ജീവിക്കണം. ഇതാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. 5 ഭർത്താക്കന്മാരെയും ഒരുപോലെ സ്വതന്ത്രരാക്കി. ആര്? ദ്രൗപദി. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്വതന്ത്രയാണ് എന്നുള്ള വാക്കിന് വലിയ അർത്ഥമാണ്. നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ സ്വതന്ത്ര എന്ന് പറഞ്ഞപ്പോൾ ഒരളവിൽ എന്താ, ഞാൻ ഭാര്യയല്ല, ഈ 5 പേരുമായിട്ട് എനിക്കൊരു ബന്ധമില്ല എന്നല്ലേ പറയുന്നത്. അങ്ങനെ ഒരു സ്ത്രീ ഒരിക്കലും പറയില്ലല്ലോ. കല്യാണം കഴിച്ചവരുടെ ധർമ്മപത്നിയല്ല ഞാൻ ഒരു പത്നിയും പറയില്ല. പക്ഷേ ഈ വാദം ദ്രൗപദി ഉന്നയിച്ചത് എന്തുകൊണ്ടാണ്? ഭർത്താക്കന്മാരെ സ്വതന്ത്രരാക്കാൻ വേണ്ടി. അപ്പം ആരും ഒരു കാലത്തും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തതായ ഒരു നിഷേധമാണ് അവിടെ ഉൾക്കൊണ്ടത്. എന്തിനു വേണ്ടി? ഭർത്താക്കന്മാരുടെ മോചനത്തിനു വേണ്ടി. എന്നിട്ട് ആ മോചനം സഫലമാവുന്ന രംഗമാണിത്. ഇത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇങ്ങനെ യുധിഷ്ഠിരനെ ആദ്യം സ്വതന്ത്രനാക്കി, ബാക്കി 4 പേരെയും സ്വതന്ത്രനാക്കിയല്ലോ. ഇനി ദ്രൗപദിക്ക് എന്തു വേണം? അവിടെ ചോദ്യം എന്താ? 5 പേര് ദാസന്മാർ. തൻ്റെ ദാസ്യമാണ് ശരിയല്ല എന്ന് പറഞ്ഞ് ഞാൻ തർക്കിച്ചത്. അതൊരൊറ്റെണ്ണേ അവിടെ സംഭവവികാസം എന്ന് പറയാനുണ്ടായിട്ടുള്ളൂ. ആ 4ഉം 1ഉം 5 പേര് സ്വതന്ത്രരായതോടുകൂടി സർവ്വപ്രശ്നങ്ങളും തീർന്നു. ഇനി ചോദിക്കാനും മേടിക്കാനും ഒന്നുമില്ല. ആ 2 വരം വളരെ ക്ഷേമമായി. സരഥൗ സധനുഷ്കൗ ച ഭീമസേന ധനഞ്ജയൗ യമൗ ച വരേ രാജൻ അദാസാൻ സ്വവശാനഹം. ശരി, സമ്മതിച്ചു, അവരും സ്വതന്ത്രരായി. നിന്റെ ഈ ചോദ്യം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നിനക്ക് 3ാമതും വരം തരണമെന്ന്. ഇനി 3ാമത്തൊരു വരവും കൂടി ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ദ്രൗപദി പറയുകയാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇത്ര നാളും അവിടെ നടന്നതും ചെയ്തതും എന്താ? അധർമ്മം. ആ അധർമ്മം കൊടി കുത്തി വാണു. അത്യുഗ്രം, അതികഠിനം. ഒരു ബടവാഗ്നി പോലെയാണ് അവിടെ ജ്വലിച്ചത്. അത് കഴിഞ്ഞ് ഇവിടെ ധർമ്മപക്ഷത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ആ ദ്രൗപദി ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ ധർമാനുസൃതമായി പെരുമാറുന്ന ആ പെരുമാറ്റം നിങ്ങളൊന്ന് കാണും. ഒരേ കുരുസദസ്സിലാണ് ഇത് രണ്ടും നടക്കുന്നത്. ഒരേ വംശജരാണ് ഇത് രണ്ടും പ്രകടമാക്കുന്നത്. വ്യാസൻ്റെ പൗത്രന്മാർ അതിലൊരു പുത്രവധു മാത്രമുണ്ട് അവിടെ വിക്റ്റിമായിട്ട്. എല്ലാം സഹ്യ അതിനൊക്കെ പാത്രമായിട്ട്. പരമസന്തോഷം തോന്നി, സമാധാനം തോന്നി, അഭിനന്ദിച്ചുകൊണ്ട് 3ാമതും വരം ചോദിച്ചോളൂ എൻ്റെ മോളെ എന്ന് പറഞ്ഞു. അപ്പം എന്താ? ലോഭോ ധർമ്മസ്യ നാശായ ഭഗവൻ നാഹമുത്സഹേ അനർഹ വരമാദാതും തൃതീയം രാജസത്തമാ. ലോഭോ ധർമ്മസ്യ നാശായ ഭഗവൻ നാഹമുത്സഹേ. 3ാമത്തെ വരം എനിക്ക് വേണ്ട. മനുഷ്യർക്ക് ലോഭം പാടില്ല, അത്യാർത്തി പാടില്ല. ആരോടായി പറയുന്നത്? ധൃതരാഷ്ട്രനോട്. അത് അത്യാർത്തിയുടെ അവതാരമൂർത്തിയാണ്. ആര്? ഈ ധൃതരാഷ്ട്രൻ. ദുര്യോധനാദികളോ അവർ അത്യാർത്തിയുടെ മൂർത്തികളാണ്. മൂർത്തിമത് ഭാവം എന്ന് പറയാം. അതിൻ്റെ ഇടയിൽ ഒരു ദ്രൗപദി പറയുകയാണ്, എനിക്ക് ലോഭം പാടില്ല. ധർമ്മസ്യനാശായ, ഞങ്ങളൊക്കെ ധർമ്മിഷ്ഠരാണ്. ധാർമ്മികമായ എന്ത് കിട്ടിയോ അതുകൊണ്ട് തൃപ്തിപ്പെടും.
അത് ഇല്ലായ്മയാണെങ്കിൽ ഇല്ലായ, വല്ലായ്മയാണെങ്കിൽ വല്ലായ്മ, പൊല്ലായ്മയാണെങ്കിൽ അത് ഞങ്ങൾ അങ്ങോട്ട് സ്വീകരിക്കും, അതോടുകൂടി സന്തോഷമായിട്ടിരിക്കും. ഇത് ഞാൻ 2 ചോദിച്ചത് ഭർത്താക്കന്മാരെ മോചിപ്പിക്കാൻ വേണ്ടിയാണ്. അത് വിട്ട് എനിക്ക് ഒന്നും വേണ്ട. ഈ ലോകത്തിൽ സ്വർണം വേണ്ട, പണ്ടം വേണ്ട, വസ്ത്രം വേണ്ട, ഒന്നും വേണ്ട എനിക്ക്. എൻ്റെ മനസ്സ് പൂർണ്ണമാണ്, തൃപ്തമാണ്, സഫലമാണ്. നാഹമുത്സഹേ, 3ാമത്തെ വരം അങ്ങ് തരാൻ പുറപ്പെട്ടാലും എനിക്ക് വേണ്ട. അനർഹ വരമാദാതും തൃതീയം രാജസത്തമാ. ഞാനൊരു ക്ഷത്രിയ സ്ത്രീയാണ്, ക്ഷത്രിയ വനിതയാണ്. ആ വനിതയ്ക്ക് 3ാമത്തെ വരം വിധിച്ചിട്ടില്ല. ഓരോരുത്തർക്കും എത്രശ വരം എന്ന് ശാസ്ത്രത്തിലുണ്ട്, അത് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നില്ല. ഒരു ബ്രാഹ്മണനാണെങ്കിൽ ധാരാളം വരം ചോദിക്കാം. ഞാനൊരു ക്ഷത്രിയ സ്ത്രീയാണ്. അതുകൊണ്ട് എൻ്റെ രാജാക്കന്മാരുണ്ടെങ്കിൽ എനിക്ക് ലോകത്തിൽ സർവസ്വമായി. അവർ വെട്ടിപ്പിടിക്കാനും രാജ്യാതിർത്തികൾ വർദ്ധിപ്പിക്കാനും രാജപദവിയിൽ നിന്ന് ചക്രവർത്തി പദം അതിലേക്ക് പോകാനും ഒക്കെ അവർ മതി. അപ്പോൾ ഒരു രാജാവ് ഒരാളുടെ അടുത്തൊന്നും ഒന്നും ചോദിക്കില്ല, സ്വപരാക്രമം കൊണ്ട് നേടിയെടുക്കുകയുള്ളൂ. ആ രാജാക്കന്മാരുടെ പട്ടമഹിഷിയാണ് ഞാൻ. അപ്പോൾ ഞാൻ ആരുടെ അടുത്തെങ്കിലും ചെന്ന് എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറയണോ, അതോ രാജാക്കന്മാരുടെ അടുത്ത് എല്ലാവരും വരുമോ? എന്നാലും ഈ മാതിരിയുള്ള പരിസ്ഥിതികളും പ്രകൃതികളുമെല്ലാം ഓർത്തിട്ടാകാം നമ്മുടെ ശാസ്ത്രം പറയണത് ഒരു ക്ഷത്രിയ വനിത ആവശ്യം വരുമ്പോൾ 2 വരം വരെ ചോദിക്കാമെന്ന്. കൈകേയി ചോദിച്ചത് എന്താ? 2 വര, കൊടുത്തതും 2. അപ്പോൾ 2ന് വലിയൊരർത്ഥാണ്. ആ 2ൽ കൂടുതൽ വേണ്ട. അനർഹ വരമാദാതും തൃതീയം രാജസത്തമ. എനിക്ക് അർഹതയില്ല, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു അത്രേ. കേൾക്കണോ നിങ്ങൾ? കേൾക്കണുണ്ടോ? ഇതങ്ങോട്ട് കേട്ടപ്പോൾ ഈ ഭീമൻ പലപ്പോഴും സഹിക്കവയ്യാതെ വൈകാരികമായി സംസാരിക്കുന്ന ആളാണല്ലോ. അതേപോലെ ഒരു വൈകാരിക ജീവിയാണ് ഈ കർണനും. ഇതിനു മുമ്പ് കർണൻ പറഞ്ഞത് എന്താ? കഠോരമായിട്ടുള്ള വാക്കുകളാണ്. കഠോരം. ഇവർക്ക് ഒരു വസ്ത്രമായാലും കൊള്ളാം, വസ്ത്രമില്ലെങ്കിലും കൊള്ളാം. ദാസിയാണ്. ആ ദാസിക്ക് യജമാനൻ പറയുന്നത് എന്തോ അതാ പ്രമാണം. അവൾക്ക് പകുതി വസ്ത്രം വേണോ, കീറൽ വേണോ, അതോ നഗ്നയാവോ എന്ന് പറയാൻ യജമാനാണ്, സ്വാമിയാണ്. അവൾക്ക് ഒരു സ്ഥാനവും ഇല്ല. അതുകൊണ്ട് വസ്ത്രം പിടിച്ചു വലിച്ചു മേടിക്കൂ എന്നാണ് ദുശാസൻ്റെ അടുത്ത് പറഞ്ഞത്. അതേ കർണൻ ഇപ്പോൾ അഭിനന്ദിക്കുന്നു ദ്രൗപദിയെ.